അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഒരു മലബാർ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആക്ച്വലി ഉണ്ടാക്കി ഇന്നലെ ചെയ്തതാണ്. ഇന്ന് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സാധാരണ അങ്ങനെയാണല്ലോ, തലേദിവസം എന്തെങ്കിലും വയ്ക്കും, നെക്സ്റ്റ് ഡേ അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. മിക്കവാറും ദിവസങ്ങളിൽ അതും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറേ യൂട്യൂബ് ചാനലിൽ ഇതുപോലെ ഒന്നും നമ്മുടെ റെസിപ്പി അല്ലല്ലോ, എപ്പോഴും ഇങ്ങനെ ആരുടെ എന്തെങ്കിലുമൊക്കെ കോപ്പി അടിച്ച് ഇങ്ങനെ ഇടുന്ന റെസിപ്പിയാണ് മിക്കവാറും എല്ലാം. അപ്പോൾ ഞാനങ്ങനെ നോക്കിയപ്പോഴത്തേനും ഒരുപാട് റെസിപ്പി കണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ വീഡിയോ ഞാൻ അതിൻ്റെ സ്റ്റെപ്പാണ് ഞാനിങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് നോക്കിയത്. അപ്പോൾ പകുതി കണ്ട് ഒരു ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ എന്താ അവർ പുള്ളിക്കാരത്തി ഒരു സ്പെഷ്യൽ മസാല ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ്, ഒരു സ്പെഷ്യൽ മസാല. അപ്പോൾ പകുതി കഴിഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ സ്പെഷ്യൽ മസാല ഇല്ല. ഇനി ഞാൻ ആ റെസിപ്പി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പെഷ്യൽ മസാല വേണം. സ്പെഷ്യൽ മസാല ഞാൻ ഓൺലൈൻ വഴി വരുത്തി വീട്ടിൽ കൊണ്ടുവന്നാലേ എനിക്ക് ആ റെസിപ്പി ബിരിയാണി കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എൻ്റേതായിട്ടുള്ള കുറേ പൊടികളൊക്കെ ഇട്ട് കുറേ അരച്ച് ചേർക്കലൊക്കെ ചേർത്ത് ഞാൻ ആ ബിരിയാണി സംഭവം ഫിനിഷ് ചെയ്തു. അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടതല്ല, സുർജിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഉമ്മച്ചിക്കായിരുന്നാലും അനിയത്തിക്കായിരുന്നാലും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സ്റ്റെപ്സൊക്കെ അപ്പടി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു മലബാറി ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്ന രീതിക്ക് തന്നെ അങ്ങ് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ അതുപോലെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയണേ. നമ്മൾ ആദ്യം എന്തെടുക്കുക, ബിരിയാണി ചെമ്പെടുക്കുക. നമുക്ക് ചെമ്പൊന്നും ഇല്ല, നമുക്ക് സാധാ പാത്രം എടുക്കുക. അതിനകത്ത് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനുശേഷം നെയ്യ് ഒഴിക്കണം. രണ്ടും സെയിം ക്വാണ്ടിറ്റിയിൽ ഒഴിക്കണം. കുറച്ച് അധികം എടുക്കണം, കാരണം ത്രൂ ഔട്ട് നമ്മൾ ബിരിയാണി ഫിനിഷ് ചെയ്യും വരെ ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വേറെ എണ്ണയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഈ എണ്ണയിലുള്ള കളികളാണ് മൊത്തം. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 4 സവോള ഞാൻ നല്ല രീതിയിൽ തിന്നായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ എണ്ണയ്ക്കകത്ത്. നമ്മൾ സവോള നല്ല കൈ എടുക്കാണ്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. അതുപോലെ ഫ്ലെയിം മീഡിയമിൽ തന്നെ ഉണ്ടാവണം, കരിഞ്ഞു പോകാണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം ജസ്റ്റ് ഒന്ന് നമ്മൾ ശ്രദ്ധ മാറിയാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ഫ്രൈ ആവുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ നമ്മളത് എടുക്കണം. സവാള നമ്മൾ കോരിയെടുക്കണം, എന്നിട്ട് മാറ്റി വയ്ക്കുക. അതേ എണ്ണയിൽ തന്നെ നമ്മൾ കാഷ്യൂസും കിസ്മിസും നമ്മൾ ഇതുപോലെ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട്, കാരണം ഓൾറെഡി എണ്ണ നല്ല ചൂടാണല്ലോ, അപ്പോൾ വീണ്ടും മീഡിയമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അതിനെ സിമ്മിലാക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നല്ല രീതിയിൽ മൊരിച്ചെടുക്കണം. നമ്മുടെ കിസ്മിസ് നമ്മൾ എങ്ങനെയാണ് ഫ്രൈ ആയതെന്ന് അറിയുന്നത് വെച്ചാൽ, ഇത് ഇങ്ങനെ പൊന്തി വരും, ഇങ്ങനെ പൊന്തി വരും, കണ്ടോ? ഈ ഒരു രീതിക്ക് പൊന്തി വരും. പെട്ടെന്ന് അതങ്ങ് വാടിപ്പോവും, പക്ഷേ ഈ പൊന്തുന്ന പരുവം എത്തുമ്പോഴത്തേനും ജസ്റ്റ് പെട്ടെന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇത് കരിയുന്നത് അറിയാൻ പറ്റില്ല. കാരണം കറുത്ത കളറായതുകൊണ്ട് കരിയുന്നതും അതിൻ്റെ കളറും ഒക്കെ മാറിപ്പോവും. അപ്പോൾ അത് 3 സാധനങ്ങൾ നമ്മളെടുത്ത് മാറ്റി വെച്ചു. ആൻഡ് നമ്മളൊരു നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ചിക്കൻ എടുക്കുവാണ്. ചിക്കൻ എത്ര kg എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. ഒരു വലിയ കോഴി, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് എൻ്റെ കണക്ക്. എനിക്ക് കണക്ക് അറിഞ്ഞൂടാ, മറന്നുപോയി. അപ്പോൾ അതേ ഓയിലിൽ തന്നെ നമ്മൾ സവോള വഴറ്റണം. ഞാനൊരു 3 മീഡിയം സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ വഴറ്റുന്നുണ്ട് കേട്ടോ. വഴറ്റിയെടുത്തിട്ട് നമ്മൾ ചിക്കൻ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പുള്ളിക്കാരത്തി പറഞ്ഞു കല്ലുപ്പ് ഇട്ടാലൊരു സ്പെഷ്യൽ ഫ്ലേവർ ഒക്കെ വരുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല, സാധാ ഉപ്പൊക്കെ രണ്ടും സെയിം ആണ്. ഓക്കെ, കല്ലുപ്പ് ഇട്ടിട്ട് എന്തായിരുന്നാലും ഞാൻ മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതവിടെ കുക്കായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. പച്ചമുളക് കുറച്ചധികം, ഞാനൊരു 17-18 എണ്ണത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ലൊരു ഫ്ലേവർ നമ്മുടെ ബിരിയാണിക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമുളകും. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് കോരിയ ഒണിയനും. ഓക്കെ, നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. ചിക്കന് വേണ്ട എണ്ണയൊക്കെ വെള്ളമൊക്കെ ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇതിനകത്ത് ചിക്കനിൽ നിന്ന് തന്നെ വന്നോളും. അതുകൊണ്ട് ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം ഒന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല.
നമ്മൾ മറ്റേത് ചതച്ച അതേ ജാറിൽ തന്നെ നമ്മൾ ഒരു 10-15 കാഷ്യൂസ് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ചതച്ചിട്ട് തക്കാളി ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കാഷ്യൂ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഇതിന് ആവശ്യമുള്ള വെള്ളം ഈ ചിക്കനിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കേർഡിലും പിന്നെ നമ്മുടെ ഈ തക്കാളിയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഇതിലോട്ട് ഇറങ്ങും. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേ വേണ്ട. ഓക്കെ, നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ കണ്ടില്ല, നമ്മൾ വെള്ളം ഒഴിച്ച കണക്കിന് തന്നെ ഇതിനകത്തുനിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കുക്കാവണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക എന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാൻ പാടില്ല. കട്ടത്തൈര് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓഫ് കട്ടത്തൈരാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്, മിൽക്കി മിസ്റ്റിൻ്റെ കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയൻ ഒരു പിടി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിനോട്ട് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നുവെച്ചാൽ മസാല കംപ്ലീറ്റ്ലി പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പൊടികൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് 1 ടീസ്പൂൺ ഓഫ് കുരുമുളക്, പിന്നെ ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി. ഈ 3 പൊടികൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. ജസ്റ്റ് 1 ടീസ്പൂണിനും താഴെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ആഡ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യുകയാണ്. ഒരു 10 to 15 മിനിറ്റ്സ് അത് കുക്കാവട്ടെ. നമുക്ക് റൈസിനുള്ള പരിപാടി നോക്കാം. വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്, അഗൈൻ ഗീ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഹോൾ സ്പൈസസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ റോസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ കൂടെ നമ്മൾ ഒരു സവോള സ്ലൈസ് ചെയ്തത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിങ്ങനെ വഴറ്റിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ട, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു 4 കപ്പ് അരി, അതായത് 1 കപ്പ് കൈമാ റൈസാണ് എടുത്തിരിക്കണേ. 1 കപ്പ് കൈമാ റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് ഞാൻ അരി എടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. നമ്മുടെ എണ്ണയും നെയ്യൊക്കെ എല്ലാ അരിയിലും പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ശേഷമാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കണക്ക് മറക്കണ്ട, എന്നുവെച്ചാൽ 1 കപ്പ് കൈമാരിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ നല്ല കറക്റ്റ് പാകമാവും, കൂടുതൽ എക്സസ് ഓഫ് വാട്ടർ ഒന്നും വരില്ല, കുഴഞ്ഞൊന്നും പോവില്ല. ഓക്കെ, അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യണം. ഈ റൈസിലോട്ട് നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യണം കേട്ടോ. ഒരു 3-4 അല്ലി, അത്രയും വേണമെന്നില്ല, 2-3 അല്ലി ആയിരുന്നാലും ഓക്കെയാണ്. പിന്നെ പച്ചമുളക് വേണം, കാരണം നമ്മളിത് നെയ്ച്ചോറായിട്ട് നമുക്ക് കഴിക്കാം, ആ ഒരു രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കണേ. ഒരു 3-4 പച്ചമുളക് നടുകെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ അഗൈൻ നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് കുക്കായിട്ടുള്ള റൈസ് കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്റ്റിക്ക് ചെയ്തിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ കാണിച്ച ഒരു പാക്കറ്റിൽ കാണിച്ചത് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്ന മല്ലിയിലയാണ്. കാരണം നമ്മളെപ്പോഴും മല്ലിയില വാങ്ങിച്ച് വെക്കുമ്പോഴത്തേനും അത് പെട്ടെന്ന് കേടായി പോകില്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രഷ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കറ്റിൽ ഒരു കവറിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ തിരിച്ച് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ റൈസ് കംപ്ലീറ്റ്ലി പാകത്തിനായിട്ടുണ്ട്. സെയിം റൈസ് നമ്മൾ നേരത്തെ ആക്കി വെച്ച നമ്മുടെ ഗ്രേവി ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ റൈസ് അതിലോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസും പിന്നെ കിസ്മിസൊക്കെ ഇല്ലേ, പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത സവോളയും മല്ലിയിലയും പിന്നെ കുറച്ച് ഗരം മസാല ഒന്ന് വിതറി കൊടുക്കുക. ചോറിടുക, വീണ്ടും സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം നമ്മുടെ അലുമിനിയം ഫോയിലില്ലേ ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അടച്ചു വെച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. ദമ്മ് ഇടാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ നമുക്ക് അതിൻ്റെ പരിപാടിയൊന്നും അറിയാൻ പാടില്ലാത്ത കാരണം കുറച്ച് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മതി, 10 മിനിറ്റിലും താഴെ മതി, 10 മിനിറ്റ് കവർ ചെയ്ത് വെച്ച് ക്ലോസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ബിരിയാണി റെഡിയാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. തുറക്കുമ്പോൾ തന്നെ നിങ്ങൾ കുക്ക് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും ഇത് ഭയങ്കര ഒരു
ഒരുപാട് മസാലകളുടെ കളിയൊന്നുമില്ല, പക്ഷേ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു ബിരിയാണിയുടെ ഒരു റെസിപ്പിയാണെന്നുള്ളത്. പിന്നെ ഞാൻ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇത്രത്തോളം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് കഴിക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ പിന്നെ ഒരു ആവശ്യത്തിന് എല്ലാം അങ്ങ് മിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. ആവശ്യത്തിനെടുത്ത് കഴിച്ചാൽ മതി. ഇത്രത്തോളം കംപ്ലീറ്റ് ആയിട്ട് ആദ്യമേ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ദിസ് ഇസ് ആർ മലബാർ ചിക്കൻ ബിരിയാണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ചിക്കനും റൈസൊക്കെ നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്ക് ആ ബിരിയാണീൻ്റെ ഒരു 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 എന്താ പറയുന്നത്, അതിനെ ആ ഒരു റാഹത്തായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. കഴിച്ചപ്പോഴും ഒക്കെ ഫീൽ ചെയ്തു. നമ്മൾ കഴിക്കുന്നതിനേക്കാളും നമ്മൾ വയ്ക്കുന്ന സാധനം ബാക്കിയുള്ളവർ കഴിച്ച് കാണുമ്പം ആണല്ലോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സാധനം എനിക്കിന്ന് ശരിക്കും ഞാനിത് കഴിച്ചവരിൽ എല്ലാവരിലും എനിക്കിത് കാണാൻ പറ്റി. അപ്പോൾ പിന്നെ കൂടെ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ അതിൻ്റെ കൂടെ റൈത്തയും പിന്നെ സലാഡും അച്ചാറും ഒക്കെ വേണമല്ലോ. എന്തോ എൻ്റെ ഭാഗ്യത്തിന് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. റൈത്ത ഉണ്ടാക്കുന്ന അറിയാമല്ലോ. പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ്, വെള്ളരിക്ക, പിന്നെ മല്ലിയില, ഞാൻ ഇച്ചിരി മാതള നാരങ്ങ, കുറച്ച് അനാറൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്, പിന്നെ മുട്ട, പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അതും കൂടി വെച്ചു. കട്ട് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പൈനാപ്പിൾ സാധാ ബിരിയാണീൻ്റെ കൂടെ പൈനാപ്പിൾ ആണല്ലോ എല്ലാവരും വെക്കുന്നത്. ഭാഗ്യത്തിന് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ആദം ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മക്കൾക്ക് 2 പേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും, ബൈ.